ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രാൻസ്. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ച്, വേൾപൂൾ ഇന്ത്യ എന്നുള്ള സ്റ്റോക്ക്. അതിൻ്റെ CMP 1069 ആണുള്ളത് ഇന്നിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 41p മൾട്ടിപ്പിൾസിൽ ആ സ്റ്റോക്ക് അവൈലബിൾ ആണ്. സോ ആ സ്റ്റോക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് കറക്ഷൻ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കുന്ന 63%, സെയിൽസ് ഗ്രോത്ത് 13%, പാറ്റ് 330% കാണിക്കുന്നു. സോ 330 കോടി കാണിക്കുന്ന ഒരു കമ്പനിയാണത്. CMP2 ബുക്ക് വാല്യൂ 3.57 ആണ് കാണിക്കുന്നത്. സോ അത് ഞാനൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നോക്കുകയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ വേൾപൂളിൻ്റെ ടോട്ടൽ റവന്യൂ നോക്കുകയെന്ന് വെച്ചാൽ 64,847 million ആണ് അത് വരുന്നത്. പിന്നെ അതിൻ്റെ കമ്പാരിറ്റീവ് ചെയ്യുന്നത് ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ്, ക്രോംപ്ടൺ ഗ്രീവ്സ്, വി-ഗാർഡ് ഇതൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ പാറ്റ് പറയുകയെന്ന് വെച്ചാൽ വേൾപൂളിൻ്റെ പാറ്റ് 1673 million കാണിക്കുന്നുണ്ട്. അതുപോലെ ബ്ലൂ സ്റ്റാറിൻ്റെ 3675 million പാറ്റ് കാണിക്കുന്നു. സോ എന്ത് തന്നെയാണ് ഈ സ്റ്റോക്ക് ഞാൻ ഇരിക്കുന്ന കറക്ഷൻ കഴിഞ്ഞ് വേൾപൂൾ അതൊരു റെക്കമെൻഡേഷൻ സോണിലുള്ളത്. സോ നിങ്ങൾ അത് വാങ്ങിക്കുന്നത് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ വാങ്ങാനുള്ള റെക്കമെൻഡേഷനിൽ ഇത്. സോ വാട്ട് ഐ ഫീൽ ഈസ് ദാറ്റ് ദിസ് സ്റ്റോക്ക് ഇസ് ഇൻ എ ഗുഡ് കറക്റ്റഡ് പ്രൈസ്. ആൻഡ് IFB ആണ് അതിൻ്റെ ഒരു കോമ്പറ്റേറ്റർ. സോ IFBനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ P മൾട്ടിപ്പിൾസ് കുറച്ച് ചീപ്പറായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞു, മറ്റേ ജയിച്ചത് ഒക്കെ സ്ഥലങ്ങളിൽ BJP ജയിച്ച സ്ഥലങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സാധാരണ EV മെഷീൻ്റെ കംപ്ലൈൻറ്റും, പിന്നെ ഇപ്പോൾ പറയുന്ന വോട്ടർ ലിസ്റ്റുകൾ അനധികൃതമായി കുറേ പേര് ചേർത്തു. പക്ഷെ അതൊരു കണക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലുള്ള ഡിബേറ്റുകൾ ആവശ്യമാണ്. കാരണം വെച്ചാൽ രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഡിബേറ്റ് എത്രമാത്രം ക്വാളിറ്റിയുള്ള ഡിബേറ്റാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പക്ഷേ ഈ ഹ്യൂമൻ അപ്രൈസിങ്ങിൽ ഇറ്റ് ഈസ് റൂട്ടഡ് നത്തിങ് എൽസ് ബട്ട് ഈ വേർഡ്സ്, ഡിബേറ്റ്, സ്പീച്ചസ്, ഇങ്ങനെയുള്ള മാനിഫെസ്റ്റോകളാണ്. കാരണം നിങ്ങൾ ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായെന്ന് വെച്ചാൽ പണ്ട് ആരോ പറഞ്ഞു, സ്കോട്ട്ലൻഡിലെയും ഇംഗ്ലണ്ടിലെയും ഫിലോസഫേഴ്സിൻ്റെ റൈറ്റിങ്സ് കൊണ്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായത്. എബ്രഹാം ലിങ്കൻ്റെ സ്പീച്ച് കൊണ്ട് അഗേൻസ്റ്റ് ആൻ ഇൻജസ്റ്റിസും അഗേൻസ്റ്റ് സ്ലേവറിക്കെതിരായിട്ടുള്ള എബ്രഹാം ലിങ്കൻ്റെ സ്പീച്ച് പ്രൊവോക്ക് ചെയ്ത് സിവിൽ വാർ ആയിരുന്നു. പിന്നെ പാർത്തിട്ടുണ്ട് അത് തന്നെയായിരുന്നു. കാൾ മാർക്സിൻ്റെ റൈറ്റിങ്സ് ആയിരുന്നു റഷ്യൻ റവല്യൂഷൻ ഉണ്ടാക്കിയതും. നെൽസൺ മണ്ടേല ഒരു കാലത്ത് കാൾ മാർക്സിൻ്റെ വലിയൊരു ഫോളോവർ ആയിരുന്നു, ആളൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എടുക്കാൻ ടാഗോർ ആയാലും രവീന്ദ്രനാഥ് ടാഗോറും മഹാത്മാഗാന്ധിയും നെഹ്റുവിൻ്റെ റൈറ്റിങ്സ് ആയിരുന്നു ഇന്ത്യൻ റവല്യൂഷനിലേക്ക്, നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ ഇൻഡിപെൻഡൻസിലേക്ക് ലീഡ് ചെയ്തതും. സോ അതുകൊണ്ട് ഞാൻ രാഹുൽ ഗാന്ധി പറയുന്നത്, യു സ്റ്റാർട്ട് ഡിബേറ്റിംഗ്, ഇസ് ഗുഡ് ആക്ച്വലി. ഇസ് ഹെൽത്തി ഡിബേറ്റ്സ് ആൻഡ് സ്പീച്ചസ് ആൻഡ് മാനിഫെസ്റ്റോസ് ഇസ് ഗുഡ്. ഐ തിങ്ക് you can win the election next time. Thank you.